പരിമളം പരത്തുന്ന സ്വർഗീയ സുഗന്ധത്തിലേക്ക് നമുക്ക് പോവാം. ബൂറാക്കിന്നു തോളിലേറി വാനലോകം കണ്ടുള്ളൂ റസൂല് വാനലോകം മടങ്ങി വന്നേ. ബൂറാക്കിന് തോളിലേറി റസൂലുള്ള ഓരോ നാളിൽ അമ്പരമേഴും താണ്ടി കടന്നിടുന്നേ. ആകാശം സ്തുതിക്കുന്ന മലക്കുകൾ കഥ പാടി അല്ലാന്റെ റസൂലിനെ വരവേറ്റുന്നേ. അല്ലാഹുവിന്റെ റസൂൽ വാനലോകത്ത് പറന്നു പോവുകയാ, സ്വർഗം കാണുകയാ. സ്വർഗം അല്ലാഹുവിന്റെ റസൂൽ കാണുകയാ. ഭൂമിയിൽ നമ്മുടെ പൗരത്വം ഒരു ദിവസം നഷ്ടപ്പെട്ടു പോകും പ്രിയമുള്ളവരെ, അത് മരണമാണ്. നമ്മുടെ പൗരത്വം ഒന്ന് നഷ്ടപ്പെട്ട് ഖബറിലേക്ക് നമ്മൾ പോകും. പിന്നെ നമുക്ക് ഈ ഭൂമിയുടെ മുകളിൽ പൗരത്വമില്ല. ഈ വീട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ജീവനോടെ പോകുമെന്നാണോ ഞാനും നിങ്ങളും ഭയപ്പെടുന്നത്? ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട. ഒരാൾക്കും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. ആക്രമിച്ചു കൊല്ലാൻ കഴിഞ്ഞേക്കാ, അടിച്ചൊടുക്കാൻ കഴിഞ്ഞേക്കാ, വീട് കത്തിച്ചേക്കാൻ കഴിഞ്ഞേക്കാ. ഡൽഹിയുടെ പള്ളിയുടെ മിനാരത്തിൽ കയറിയിട്ട് പൊട്ടിപ്പൊളിച്ചപ്പോ, അത് കത്തിച്ച് ചാമ്പലാക്കിയപ്പോ, ആ പള്ളിയിൽ ജുമാക്ക് വന്ന പാവപ്പെട്ടവരെ തടഞ്ഞപ്പോ ആർക്കെന്ത് പറ്റി? എന്റെ പ്രിയപ്പെട്ടവരെ, മുഅ്മിനീങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ? ഇല്ല, ഒരു ചുക്കും നമുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. കാരണം എന്തെന്നറിയോ? മരണമുണ്ടെന്ന് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളാ നമ്മള്. ഒരു ദിവസം മരിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമുള്ളവരാണ് ഞാനും നിങ്ങളുമെങ്കിലോ പിന്നെ എന്തിനാടാ നമ്മൾ പേടിക്കുക? പേടിക്കേണ്ടത് ആരെയാ? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. സപ്തമാനങ്ങളും കടന്നു ചെന്നപ്പോ അല്ലാഹുവിനെ നേരി കണ്ട് സ്വർഗം കണ്ട് റസൂലുള്ള മടങ്ങി വരികയാ. വന്നിട്ട് സ്വഹാബാക്കളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു കൊടുക്കുകയാ, സ്വഹാബാ സ്വർഗം കണ്ട് സ്വഹാബാ, നരകം കണ്ട് സ്വഹാബാ. മാത്രമല്ല സ്വഹാബാ, എന്റെ അല്ലാഹുവിനെ ഞാൻ കണ്ടു സ്വഹാബാ. എല്ലാവരും അല്ലാഹുവിന്റെ റസൂലിനെ കളിയാക്കി. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിനെ കളിയാക്കി. അല്ലാഹുവിനെ കണ്ട നബി, അർശിങ്കൽ ചെന്ന നബി, അഞ്ചു കുത്തും ഫർലാക്കി. അല്ലാഹുവിനെ കണ്ടെന്ന് പറയാ. മുഹമ്മദ് വീണ്ടും നുണ പറയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബൂബക്കറേ, വകാന ഖാബ കൗസൈനി യവദ്നാ. അമ്പും വില്ലും അടുക്കുന്നതിനേക്കാൾ ഞാനും എന്റെ റബ്ബും തമ്മിൽ അടുത്തു അബൂബക്കറേ. സദഖ്ത യാ റസൂലല്ലാഹ്, സദഖ്ത യാ ഹബീബല്ലാഹ്. അങ്ങ് സത്യം പറഞ്ഞു നബിയേ, സത്യം പറഞ്ഞു നബിയേ, സത്യം പറഞ്ഞു നബിയേ. സ്വഹാബാക്കളെല്ലാം ഒരുമിച്ച് കൂടി അല്ലാഹുവിന്റെ റസൂലിന്റെ ചുറ്റുമിരിക്കുകയാ. പറയൂ യാ റസൂലല്ലാഹ്, സ്വർഗം എന്തെന്ന് പറഞ്ഞു തരൂ യാ നബി അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് പറയാൻ തുടങ്ങി. 1400 കൊല്ലങ്ങൾക്കപ്പുറം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ കഥയാണിത്. ശ്രദ്ധിച്ചിരിക്കണേ പ്രിയപ്പെട്ടവരെ. റസൂലുള്ള പറഞ്ഞതുപോലെ എന്റെ പ്രിയമുള്ളവര് കേട്ടിരിക്കണേ സഹോദരങ്ങളെ. കാരണം ഇത് റസൂലുള്ള അറിയുന്നുണ്ട്, ഇത് ഹബീബായ നബി തങ്ങൾ അറിയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയാൻ തുടങ്ങി, സഹാബാ സഹാബാ, സ്വർഗത്തെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ. ജിബ്രീൽ എന്നെ കൈപിടിച്ചു കൊണ്ടുപോയി സ്വഹാബാ. ജിബ്രീൽ എനിക്കത് വിവരിച്ചു തന്നു സ്വഹാബാ. അല്ലാഹു കൽപ്പിക്കുകയാ, യാ ജിബ്രീൽ, സ്വർഗമൊന്ന് പോയി കണ്ടിട്ട് വാ ജിബ്രീൽ. ജിബ്രീലിനോട് അല്ലാഹു പറഞ്ഞു, ജിബ്രീലേ, സ്വർഗം പോയി ഒന്ന് കണ്ടിട്ട് വാ ജിബ്രീലേ. ജിബ്രീൽ ഓടി ചെല്ലുകയാ. സ്വർഗത്തെ ഒന്ന് കാണാൻ ജിബ്രീൽ കടന്നു ചെല്ലുകയാ. ഓടി വന്നു അല്ലാഹുവിന്റെ അടുക്കൽ ഓടി വന്നിട്ട് പറഞ്ഞു, അല്ലാ, നിന്റെ സ്വർഗം ഞാൻ കണ്ടു അല്ലാ. എങ്ങനെയുണ്ട് ജിബ്രീലേ?
മാഷാ അല്ലാഹ്, മനോഹരമാ അല്ലാഹ്, എല്ലാവരും ആ സ്വർഗത്തിൽ കിടക്കും. പടച്ചവനെ, ജിബ്രീൽ റസൂലുള്ളാഹിനോട് പറഞ്ഞു കൊടുക്കുകയാ, ജിബ്രീലേ പോരെ ജിബ്രീൽ, നീ ഒന്നും കൂടി കണ്ടിട്ട് വാ ജിബ്രീൽ. രണ്ടാമതും ജിബ്രീൽ ഓടുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പനയല്ലേ, എന്തോ കാര്യമുണ്ട്, ഞാൻ ഒന്നുകൂടി പോയി കാണട്ടെ എന്ന് വിചാരിച്ചു. ജിബ്രീൽ ഓടി ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ആദ്യം കണ്ടതിനേക്കാൾ വിശാലമായി ഒന്ന് നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, ജിബ്രീൽ ഭയപ്പെട്ടു പോവുകയാ. നരകത്തെ കണ്ടിട്ടല്ല, ഖബർ കണ്ടിട്ടല്ല എന്റെ പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, സ്വർഗം കണ്ടിട്ട് ജിബ്രീൽ ഭയപ്പെടുകയാ, ഓടി വരികയാ, അല്ലാഹുവിന്റെ മുമ്പിൽ ഓടി വരികയാ. എന്തേ ജിബ്രീൽ മുഖം വിവർണമായിരിക്കുന്നത്? എന്തേ ജിബ്രീൽ, എന്ത് പറ്റി ജിബ്രീൽ, എന്ത് പറ്റിപ്പോയി ജിബ്രീൽ? അല്ലാഹുവേ, ആദ്യം പോയപ്പോ ഞാനൊന്നും കണ്ടില്ല അല്ലാഹ്, സ്വർഗത്തിന്റെ ഭംഗി മാത്രമേ ജിബ്രീൽ കണ്ടിട്ടുള്ളൂ അല്ലാഹ്, എന്നാൽ ഇപ്പൊ ഞാനെല്ലാം കണ്ടു അല്ലാഹ്. എന്താ പറയൂ ജിബ്രീൽ? ഹഫത്തിൽ മലായിക, മലക്കുകൾ പൊതിഞ്ഞിരിക്കുന്നു അല്ലാഹ്. ഹുഫത്തിൽ ജന്ന ബിൽ മകാരിഹി ശഫീഉനാ റസൂലുള്ളാഹി. ജിബ്രീൽ പറഞ്ഞ കാര്യം അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാ. ജിബ്രീൽ എന്നോട് പറഞ്ഞത് എന്തെന്നറിയോ? നരകം സ്വർഗം ഇങ്ങനെ പൊതിയപ്പെട്ടിരിക്കുക. ഹുഫത്തിൽ ജന്ന, ഹുഫത്തിൽ ജന്ന, സ്വർഗം ഇങ്ങനെ പൊതിയപ്പെട്ടിരിക്കുക. എന്തുകൊണ്ടെന്നറിയോ? സ്വർണം കൊണ്ടല്ല, വെള്ളി കൊണ്ടല്ല, മണിമുത്തുരത്നം കൊണ്ടല്ല, ആഡംബരങ്ങളുടെ സ്വർഗീയ ആനന്ദമായ സുന്ദരമായ വസ്തുക്കൾ കൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ടെന്നറിയോ? എന്റെ മിനിക്കവലയിലെ പെങ്ങളെ, എന്റെ ചെറുപ്പക്കാരാ, ഹുഫത്തിൽ ജന്ന ബിൽ മകാരിഹി, വെറുക്കപ്പെട്ട കാര്യം കൊണ്ട് ഇങ്ങനെ സ്വർഗം പൊതിയപ്പെട്ടിരിക്കുകയാണ്. വെറുക്കപ്പെട്ട കാര്യം കൊണ്ട്. എന്താ വെറുക്കപ്പെട്ട കാര്യം? വെറുക്കപ്പെട്ട കാര്യം എന്താ സഹോദരങ്ങളെ? അല്ലാഹുവിന്റെ റസൂല് പറയാ, സ്വർഗത്തിൽ കയറാൻ ചില തടസ്സങ്ങളുണ്ട് സ്വഹാബാ, സ്വർഗത്തിൽ കയറാൻ ചില തടസ്സങ്ങളുണ്ട് സ്വഹാബാ. അതിൽ വ്യഭിചാരത്തിന്റെ തടസ്സമുണ്ട് സ്വഹാബാ, അതിൽ ഹറാമിന്റെ തടസ്സമുണ്ട് സ്വഹാബാ, അതിൽ പലിശയുടെ തടസ്സമുണ്ട് സ്വഹാബാ, അതിൽ പറ്റിപ്പിന്റെയും ദുഃഖത്തിന്റെയും ദുരിതത്തിന്റെയും വഞ്ചനയുടെയും ചതിയുടെയും അശ്ലീലതകളുടെയും ആഭാസത്തരങ്ങളുടെയും തെമ്മാടിത്തരങ്ങളുടെയും തോന്നിവാസത്തിന്റെയും അഹങ്കാരത്തിന്റെയും കെണിവലകൾ അതിനകത്ത് ചുറ്റുമുണ്ട് സ്വഹാബാ. അതുകൊണ്ട് എല്ലാവർക്കും അങ്ങോട്ട് കയറി ചെല്ലാൻ കഴിയില്ല സ്വഹാബാ എന്ന് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. നമ്മളെ വിചാരം 5 വക്ത് നിസ്കരിച്ചാ എനിക്ക് സ്വർഗം കിട്ടി, റമളാനി പള്ളി പോയാ എനിക്ക് സ്വർഗം കിട്ടി, വഅദിന്റെ മജ്ലിസിൽ വന്നിരുന്നാൽ എനിക്ക് സ്വർഗം കിട്ടി. അബൂബക്കർ പോലും ഭയപ്പെട്ട കാര്യം എന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ? വഫാത്തിന്റെ വേളയിലും മലന്ന് കിടക്കുകയാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അടുത്ത് കിടക്കുന്ന ഒരു കരിയല പിടിച്ചുകൊണ്ട് പറഞ്ഞത് എന്തെന്നറിയോ? യാ ലൈതനീ കുന്തു മിസ്ല ഹാദാ. അബൂബക്കർ ആരാ? ثم رضي الله عن أبي بكر وعن عمر علي وعن عثمان ذي الكرم. ثم رضي الله عن أبي بكر وعن عمر അന്ത ഫിൽ ജന്ന യാ അബൂബക്കർ. അബൂബക്കറേ, നീ സ്വർഗ്ഗത്താണെന്ന് പറഞ്ഞ അബൂബക്കറോ, അല്ലാഹുവിന്റെ റസൂൽ ഒന്നാമതായി എണ്ണി അബൂബക്കറോ പറഞ്ഞു യാ ലൈതനീ
കുന്തു മിസ്ല ഹാദാ. അബൂബക്കർ ഈ കരിയില പോലെയായിരുന്നെങ്കിലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് എനിക്ക് പറയാൻ കഴിയൂ. എങ്ങനെയാ കഴിയേണ്ട പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? തിന്മയുടെ വഴിത്താരകളിൽ സഞ്ചരിച്ചവരല്ലേ നമ്മളോ? അഹങ്കാരമുള്ളിലുള്ളവരല്ലേ നമ്മളോ? മറ്റുള്ളവരോട് അസൂയ ഉള്ളവരല്ലേ നമ്മളോ? എത്രയോ ഫിത്നയും ഫസാദും പറയുന്നവരാ നമ്മളോ? അതുകൊണ്ടെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ജീവിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? മരിച്ചു പോകണ്ടേ പ്രിയപ്പെട്ടവരെ? മരണം നമുക്ക് വരൂല്ലേ പ്രിയപ്പെട്ടവരെ? എന്തേ നമ്മൾ ചിന്തിക്കാത്തത്? മരിക്കുമെന്നുള്ള ബോധമില്ലാത്തത് എന്തുകൊണ്ടാ? എന്റെ നൂറെ മുജ്തബയുടെ ചെറുപ്പക്കാരാ, ആരോഗ്യമുള്ളതിന്റെ പേരിലാണോ നമ്മൾ ഇങ്ങനെ അലംഭാവം കാണിക്കുന്നത്? എന്റെ മുന്നിലിരിക്കുന്ന വാപ്പാ, നാളെ മരിക്കുമെന്നുള്ള ഉറപ്പ് നിന്റെ ചിന്തയിൽ എന്തേ വരാത്തത്? എത്ര മരണം കണ്ടു വാപ്പാ, എത്ര പേരുടെ മയ്യത്ത് കുളിപ്പിച്ചു വാപ്പാ, എത്ര പേരുടെ കഫൻ നീ പൊതിഞ്ഞു വാപ്പാ. എന്നിട്ട് ഞാൻ മരിക്കൂല, ഞാൻ മരിക്കൂല, എനിക്ക് രോഗമില്ല, എനിക്കൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരെ, 6-7 വയസ്സുള്ള പൊന്നുമോളാണ് കഴിഞ്ഞ ദിവസം വെള്ളത്തിൽ വീണ് മരിച്ചു പോയത്. 16 വയസ്സുള്ള ചെറുപ്പക്കാരനാണ് വണ്ടി ഇടിച്ച് 2 കഷ്ണമായി തിരുവനന്തപുരം ജില്ലയുടെ കഠിനംകുളത്ത് വിഴിഞ്ഞു പോയത്. എനിക്കെല്ലാം ഉണ്ട്, എനിക്കെല്ലാം പവറുമുണ്ട്, എനിക്കെല്ലാം അന്തസ്സുമുണ്ട്, എനിക്കെല്ലാം അഭിമാനവുമുണ്ട്. വെച്ചുകൊണ്ടിരുന്നോടാ, അത് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നീ ഇരുന്നു കൊണ്ട് നീ അവസാനം മരിച്ചു മലന്ന് കിടക്കുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ? നിന്റെ ആഖിബത്ത് മോശമായാൽ നിനക്ക് സ്വർഗമില്ല മോനെ. നബി മുഹമ്മദ് മുസ്തഫ. ഇത് പറയുന്നതിന് മുമ്പ്, ഇത് കേൾക്കുന്നതിന് മുമ്പ് ഒരാഗ്രഹം നമുക്ക് വേണം പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിൽ കയറാനുള്ളൊരു ആഗ്രഹം നമുക്ക് വേണം പ്രിയപ്പെട്ടവരെ. വഹദ് കേൾക്കാനുള്ള ആഗ്രഹം പോലെ നമുക്ക് നല്ല വീട് വേണമെന്ന ആഗ്രഹമുണ്ടല്ലോ. സുഫിയാൻ ബാക്ക വീട് ചോദിക്കും, വാപ്പ വന്ന് ചോദിക്കും, മോനെ എന്താണ് നിനക്ക് വേണ്ടത്? വാപ്പ 5 സെന്റ് സ്ഥലവും 2 നില വീടും വേണം. വേറെ ആളോട് വന്ന് ചോദിക്കുമ്പോൾ ഒരു കാർ എനിക്ക് വേണം. എന്റെ മോളെ എനിക്ക് നല്ലോണം കെട്ടിച്ചു വിടണം, നല്ല സ്ത്രീധനം കൊടുത്തവളെ കെട്ടിച്ചു വിടണം, നല്ലൊരു മാരനെ നല്ലൊരു ചെറുക്കനെ കണ്ടെത്തണം, എന്റെ മോനിക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. ഇവിടെ ദുആയുടെ ലിസ്റ്റ് വായിക്കുമ്പോ കാണാറുണ്ട്, ഉസ്താദേ കടമാണ്, വിഷമങ്ങളാണ്, പൈസയില്ല, ജോലിയിൽ ബറക്കത്തില്ല, ജോലിയിൽ ശമ്പളമില്ല, ഒന്നുമില്ല, ദുനിയാവിലെ പ്രയാസമാണ്. അതേ, എല്ലാവർക്കും വലിയ ദുനിയാവിലെ പ്രയാസമാണ്. ആഖിറത്തിലെ പ്രയാസം ഭയപ്പെടുന്ന ഒരാൾ നമ്മുടെ കൂട്ടത്തിലുണ്ടോ പ്രിയപ്പെട്ടവരെ? അള്ളാന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോഴുള്ള അവസ്ഥയെ ഭയപ്പെടുന്ന ഞാനോ നിങ്ങളോ? ഒരാളെയും മജ്‌ലിസിലുണ്ടെങ്കിൽ മതിയല്ലോ, ഇവിടെയുള്ള അദാബുകൾ അല്ലാഹു മാറ്റിവെക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുക. നമുക്ക് ദുനിയാവ് മതി, നമുക്ക് സമ്പത്ത് മതി, നമുക്ക് കൂമ്പാരങ്ങൾ മതി, നമുക്ക് ആസ്വാദനം മതി. നമുക്ക് വിഷമങ്ങൾ നേരിടാൻ പറ്റൂല, സങ്കടങ്ങൾ നേരിടാൻ പറ്റൂല. അവർക്ക് സ്വർഗമില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാ. സ്വഹാബത്ത് എങ്ങനെയായിരുന്നെന്നറിയോ പ്രിയമുള്ളവരെ? സ്വഹാബത്ത് എങ്ങനെയുള്ളവരായിരുന്നെന്നറിയോ പ്രിയമുള്ളവരെ? അവര് മരണമെന്ന് കേൾക്കുമ്പോൾ അവർ കരഞ്ഞു തുടങ്ങുകയാ. അല്ലാഹ് എന്ന് പറയുമ്പോ അവര് സുജൂദിലോട്ട് പറന്ന് വീഴുകയാ. അവർക്ക് അല്ലാഹനെ പേടിയാ, അവർക്ക് റസൂലുള്ളാഹിനോട് വല്ലാത്ത ഇഷ്ടമാ. റസൂലുള്ള പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഇതാ കേട്ടോളൂ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊന്ന് കേൾക്കന്റെ സഹോദരാ. സ്വഹാബാക്കൾ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാ. സ്വഹാബാക്കൾ ആകാംക്ഷയോടുകൂടി ഇങ്ങനെ ഇരിക്കുകയാ. ചോദിച്ചു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഹദ്ദിസ്നാ ഹദ്ദിസ്നാ അനിൽ ജന്ന യാ റസൂലല്ലാഹ്. സ്വർഗത്തെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ നബിയേ? ഇന്ന് വരെ എന്നെ മിനിക്ക് വലക്കാരാ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്വർഗം എങ്ങനെയായിരിക്കുക? 2 നില വീട് വെക്കാൻ നീ ഒരുങ്ങുമ്പോ വലിയ പ്ലാൻ ഉണ്ടാക്കും, എഞ്ചിനീയറെ വിളിക്കും, പ്ലാൻ ഉണ്ടാക്കും, അതിന് രൂപരേഖ ഉണ്ടാക്കും, എല്ലാത്തിലും നിങ്ങൾ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടാക്കും, മാർബിളിന്റെ വില നോക്കും, കളർ നോക്കും, പെയിന്റ് അടിക്കാരനെ നേരത്തെ വിളിക്കും, ഉയരങ്ങുകാരനെ നേരത്തെ വിളിക്കും, എല്ലാ കടകളിലും പോവും. എന്തൊരു ഉന്മേഷമാണ് ഒരു വീട് നിനക്ക് ഉണ്ടാക്കാൻ. പിറ്റെന്ന് നീ മരിച്ചു
മരിച്ചുപോയ ആ കബറിലാണെന്നുള്ള ചിന്തയില്ലാതെ നീ വലിപ്പം കൂട്ടും. 10 വർഷം ഗൾഫിൽ പോയി കിടക്കും. എന്നിട്ട് 12ാമത്തെ കൊല്ലം നീ അത് കഴിഞ്ഞ് വന്നിട്ട് ആ വർഷം ഉണ്ടാക്കിയ മുഴുവൻ സമ്പത്തും ഒരു വീട്ടിൽ കൊണ്ടുപോയി കെട്ടിവെച്ചിട്ട് ബാക്കി പലിശയ്ക്ക് പണമെടുത്ത് പണ്ടാരമടങ്ങിയിട്ട് ആയുസ് നശിച്ചു പോകുന്ന എന്റെ പ്രിയപ്പെട്ടവരായിട്ട് ഞാനും നിങ്ങളും മാറിപ്പോകാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. വീടിന്റെ പ്ലാനല്ല, ഭൂമിയുടെ വലിപ്പമല്ല, ദുനിയാവിന്റെ പളവളപ്പല്ല, നമ്മൾ നാളെ ചെന്ന് കിടക്കേണ്ട സ്വർഗത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനും നിങ്ങളും ചിന്തിച്ചിട്ടില്ലെങ്കിൽ സഹാബാക്കൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ ചിന്തിച്ചിട്ടുണ്ടോ? അവർ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചത് എന്തെന്നറിയോ? എനിക്കൊരു വീട് വെക്കണം, പ്ലാൻ തരൂ നബിയേ, അതിന് സ്ഥലത്തിന് കുറ്റിയടിക്കൂ നബിയേ, കല്ലിടൂ നബിയേ, കിണറിന്റെ സ്ഥാനം കാണു നബിയേ, അതിന്റെ മോഡൽ ഏതാ നബിയേ, എന്റെ ജുബ്ബയുടെ മോഡൽ ഏതാ നബിയേ, ലിനന്റെ തുണി വേണം നബിയേ, വലിയ വാഹനം വേണം നബി. അതെല്ലാം അവർക്ക് ആവശ്യം. അതൊന്നും അവർക്ക് വേണ്ട, അതൊന്നും അവർക്ക് വേണ്ട. നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നും അവർക്ക് വേണ്ട, വേണ്ട, വേണ്ട. പെങ്ങളെ, പാവപ്പെട്ട ഭർത്താവിനെ നിർബന്ധിപ്പിച്ച് നീ ചെയ്യുന്ന കോമാളിത്തരങ്ങളൊന്നും സ്വഹാബിയത്തായ പെണ്ണുങ്ങൾക്കില്ലായിരുന്നു എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. ഫാത്തിമ ബീവിയുടെ ചരിത്രം നമ്മൾ പറയുന്നുണ്ട്, എന്റെ പെങ്ങൾ പഠിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ അവരോട് ചോദിച്ചത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിനോട് അവർ ചോദിച്ചത് എന്തെന്നറിയോ? ഹദ്ദിസ്നാ ഹദ്ദിസ്നാ, പറഞ്ഞു തരൂ യാ റസൂലല്ലാഹ്, പറഞ്ഞു തരൂ യാ ഹബീബല്ലാഹ്, അനിൽ ജന്ന, സ്വർഗമൊന്ന് പറഞ്ഞു തരുമോ യാ നബിയല്ലാഹ്. എന്തൊരു ചോദ്യാത്, എന്തൊരാഗ്രഹത്തോടെ, എന്തൊരാഗ്രഹത്തോടെ എന്നറിയോ പ്രിയമുള്ളവരെ? കുഞ്ഞു കൊച്ചു വാപ്പാടുത്ത് വന്നിട്ട്, വാപ്പാ എനിക്കൊരു മുട്ടായി തരൂ, വാങ്ങിത്തരൂ വാപ്പാ എന്ന് ചോദിക്കുന്നത് പോലെ നമ്മൾ പറയാറുണ്ട് വാപ്പയോട്, വാപ്പാ നല്ലൊരു ഉടുപ്പ് വാങ്ങിത്തരൂ വാപ്പാ എന്ന് പറയുന്നത് പോലെ സ്വഹാബാക്കൾ കൊച്ചു കുട്ടികളെ പോലെ ചോദിക്കുക, ഹദ്ദിസ്നാ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയിട്ടു. എന്റെ പ്രിയമുള്ളവരെ, ഇത് മുഴുവൻ പറയാൻ സുഫിയാൻ ബാഖവിക്ക് മാത്രമെന്നല്ല, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ പ്രഭാഷകന്മാരെ ഞാൻ വെല്ലുവിളിക്കുകയാ കഴിയില്ല പ്രിയമുള്ളവരെ. സ്വർഗത്തിന്റെ മനോഹരം പറഞ്ഞു തീർക്കാൻ മനുഷ്യർക്ക് കഴിയില്ല പ്രിയമുള്ളവരെ. അല്ലാഹുവിന്റെ റസൂൽ രൂപരേഖ പറഞ്ഞു തരികയാ. നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എന്തെന്നറിയോ? കേട്ടോ, ഒന്നാമത്തെ കാര്യം കേട്ടോ, അഅദത്തുൽ ഇബാദിയസ് സ്വാലിഹീൻ. സുഹാബാ, അല്ലാഹു എന്നോട് പറഞ്ഞത് എന്തെന്നറിയോ? അഅദത്തുൽ ഇബാദിയസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ എന്റെ അടിമകൾക്ക് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്വർഗത്തെ പറ്റി പറയാണ്, എന്റെ അടിമകൾക്ക് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് സുഹാബാ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുകയാ, അല്ലാഹു പറഞ്ഞതായിട്ട് പറഞ്ഞു കൊടുക്കുകയാ. മാലാ ഐനുൻ റആ, ഇന്ന് വരെയും ഒരു കണ്ണത് കണ്ടിട്ടില്ല സുഹാബാ. വലാ ഉദുനുൻ സമിആ, ഇന്ന് വരെ ഒരു ചെവിയും അത് കേട്ടിട്ടില്ല സ്വഹാബാ. വലാ ഖത്തറ അലാ ഖൽബി ബശർ, ഒരു ഹൃദയത്തിനും ഇന്ന് വരെ അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള കെൽപ്പ് അല്ലാഹു കൊടുത്തിട്ടില്ല സ്വഹാബാ. അല്ലാഹു കൊടുത്തിട്ടില്ല സ്വഹാബാ. തഴവ ഉസ്താദ് പാടിത്തരുന്നുണ്ട്, സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. ഈ ഇരിക്കുന്ന വാപ്പ, മുമ്പിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പിതാവ് സ്വർഗ അവകാശിയാണ് അല്ലാഹു രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എന്ത് ബുദ്ധിമുട്ട്? ഉസ്താദ് ചോദിക്കാണ്, സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. നിനക്കെന്താണ്? ഇവിടെ വീടില്ലെങ്കിൽ എന്താ?
ഇവിടെ ആൾക്കാരെ കളിയാക്കിയാൽ എന്താ, ആൾക്കാരെ കുറ്റപ്പെടുത്തിയാൽ എന്താ, വലിയ വീടില്ലെങ്കിൽ എന്താ, വാഹനങ്ങളില്ലെങ്കിൽ എന്താ, വാച്ചില്ലെങ്കിൽ എന്താ, ആഡംബരങ്ങളിൽ ഇല്ലെങ്കിൽ എന്താ, ജനമൊക്കെയും തൃണവൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട, തിമിറ് തന്നാ പിന്നെയും. എല്ലാവരും നിന്നെ കളിയാക്കിക്കോട്ടെ, എല്ലാവരും നിന്നെ ചതിച്ചോട്ടെ, എല്ലാവരും നിന്നെ വഞ്ചിച്ചോട്ടെ, നീ വിഷമിക്കണ്ട, നീ സ്വർഗാവകാശിയാ. ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ എക്കാലത്തിലും. എല്ലാവരും പറഞ്ഞവൻ ദരിദ്രനാണ്, സുഫിയാൻ ബാക്കവി ദരിദ്രനാണ്, വാപ്പയില്ലാത്തവനാണ്, വീട് ചെറുതായവനാണ്, വാഹനമില്ലാത്തവനാണ്, സൗകര്യമില്ലാത്തവനാണ്, വില കുറഞ്ഞവനാണ്, ആരും മൈൻഡ് ചെയ്യാത്തവനാണ്. ആരും പറഞ്ഞോട്ടെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു എനിക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്വർഗം എനിക്ക് പോരെ. എന്തൊരു മനോഹരമാ ദുനിയാവ് വല്ലതുമാണോ? മൂത്രിച്ച് കാട്ടിച്ചിട്ട മലത്തിനെ നോക്കിയിട്ടാണ് മഹാന്മാര് പറഞ്ഞത്, ഇതാണ് ദുനിയാവ്, ഇതാണ് ദുനിയാവ്, ഇതാണ് ദുനിയാവ്. നിങ്ങളും ഞാനുമൊക്കെ പൊക്കിപ്പിടിച്ചിരിക്കുന്ന ഈ ദുനിയാവില്ലേ, വലിയ വീടില്ലേ, അന്തസ്സില്ലേ, അഭിമാനമില്ലേ, അഭിജാത്യങ്ങളില്ലേ, വലിയ പവറും തന്റെ ഇടവും കുടുംബ മഹിമയുമില്ലേ, ഞാൻ വലിയ കുടുംബക്കാരൻ, ഞാൻ വലിയ പ്രമാണി, ഞാൻ വലിയ നേതാവ്, ഞാൻ പറയുന്നത് ഇവരെല്ലാം കേൾക്കണമെന്ന് പറഞ്ഞ അഹങ്കാരത്തോടുകൂടി ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിവരമില്ലാത്ത വിവരദോഷികളുണ്ടല്ലോ. ഒരാളുണ്ടെങ്കിൽ കേട്ടുപഠിച്ചോ, നിനക്ക് അല്ലാഹുവിന്റെ പൊരുത്തമില്ല, നിനക്ക് അല്ലാഹുവിന്റെ പൊരുത്തമില്ല. സ്വർഗമാർക്കെന്നറിയോ? ഈ കൂട്ടത്തിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു മനുഷ്യനുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അവന്റെ ഹൃദയം പിടയുന്നുണ്ട്. എന്നെ ആരും മൈൻഡ് ചെയ്യില്ലല്ലോ, എന്നോടാരും സംസാരിക്കുന്നില്ലല്ലോ, പള്ളിയിൽ പോയ എന്നോടാരും സലാം പറയില്ലല്ലോ, ഞാൻ എന്തേ വില കുറഞ്ഞവനാണോ? വിഷമിക്കണ്ട മോനെ, വിഷമിക്കണ്ട. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. മരണം നിനക്കില്ലാതതിൽ കഴിയുന്നതാ, മനസ്സെപ്പോഴും സന്തോഷമായി തിങ്ങുന്നതാ. മരണമില്ല, ഇവിടെ മരണമുണ്ട്, അവിടെ മരണമില്ല. ഇവിടെ സങ്കടമുണ്ട്, ടെൻഷനുണ്ട്, അവിടെ ടെൻഷനില്ല. ഇവിടെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ, ബുദ്ധിമുട്ട്, ജോലിക്ക് പോകണം, ജോലിക്ക് പോവണ്ട. എന്തെല്ലാമാണ് അല്ലാഹു ഒരുക്കിയതെന്നറിയോ? കേൾക്കെന്റെ പ്രിയപ്പെട്ട വാപ്പാ, കേൾക്കെന്റെ പ്രിയപ്പെട്ട ഉമ്മാ, അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുകയാ. നബി തങ്ങളെ നേരിട്ട് കണ്ട സ്വർഗത്തെ പറ്റിയിട്ടു അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാ, സ്വഹാബാ, നിങ്ങൾക്കുള്ള സ്വർഗം എങ്ങനെയെന്ന സ്വർഗം എന്നറിയോ? ഇന്ന ഹായിതൽ ജന്ന ലബിനത്തു മിൻ ഫില്ലാ ലബിനത്തു മിൻ ദഹബി തുറാബുഹാ സഗ്ഫറാൻ. സ്വർണത്തിന്റെ ഇഷ്ടികയാ സ്വഹാബ, വെള്ളിയുടെ ഇഷ്ടികയാണ് സ്വഹാബ. അതിൽ കലർത്തിയിരിക്കുന്ന സിമന്റും മണ്ണുമുണ്ടല്ലോ, കുങ്കുമമാണ് സ്വഹാബ. ഇത് നിർമ്മിക്കാനായിട്ട് അള്ളാഹു നേരിട്ടാണ് മലക്കുകളെ കൊണ്ടുവന്നത്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുകയാ, അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു കൊടുക്കുകയാ. സ്വർഗത്തിൽ ഒരാൾ കയറി ചെന്നാൽ, സ്വർഗത്തിൽ ഒരാൾ കയറി ചെന്നാൽ അള്ളാഹുവിന്റെ ഹബീബാണ് പഠിപ്പിച്ചു തരുന്നത്, ഞാനും നിങ്ങളും സ്വർഗത്തോട്ട് പോവുകയാണ്. ഇനി ദുനിയാവിലില്ല. നമ്മൾ മരിച്ചുപോയി എന്ന് സങ്കല്പിക്കുക എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിച്ചുപോയി എന്ന് സങ്കല്പിക്കുക പ്രിയപ്പെട്ടവരെ. എല്ലാവരും നമ്മളെ മയ്യത്ത് കാണാൻ വന്നു, എല്ലാവരും നമ്മളെ മയ്യത്ത് കാണാൻ വന്നു. മയ്യത്ത് കുളിപ്പിച്ചു, മയ്യത്ത് വീട്ടിന്റെ മുന്നിൽ കിടത്തി, എല്ലാവരും മയ്യത്ത് ചുമന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചൊല്ലി പള്ളിയിൽ കൊണ്ടുപോയി പള്ളിക്കകത്തന്ന് വരെ കേറാത്ത ഞാനും നിങ്ങളുമാ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പള്ളിക്കകത്ത് കൊണ്ടുപോയിട്ട് നേരെ ഖബറിൽ കൊണ്ടുപോയി വെച്ചു. മിൻഹാ ഖലഖനാകും, എല്ലാവരും ചൊല്ലി വഫീഹാ നുഈദുകും വമിൻഹാ
നുഖ്രിജുകും താറതൻ ഉഖ്റാ. നമ്മൾ മഹ്ശറയിൽ പോയി അല്ലാഹു പറയാ സ്വർഗ്ഗത്ത് പോയിക്കൊള്ളുക. ഉഖ്റുജൂ, നരകത്തിൽ നിന്ന് പുറപ്പെടുമാറ്, നരകത്ത് പോവല്ലേ, സ്വർഗ്ഗത്ത് പോയെന്ന് പറഞ്ഞ അല്ലാഹു സ്വർഗ്ഗത്ത് വിട്ടു, സ്വർഗ്ഗത്ത് കയറ്റി വിട്ടു. ഞാനും നിങ്ങളും സ്വർഗ്ഗത്ത് കയറി. അല്ലാഹുവിന്റെ റസൂലുണ്ട്, അല്ലാഹുവിന്റെ ഹബീബുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങളിപ്പോ എവിടെ ഇരിക്കണേ? എവിടെ ഇരിക്കണേ? മിനിക്കവലയില അല്ല, എവിടെ? സ്വർഗ്ഗത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്ന് കൈ നേരെ വെച്ച്, അല്ലാഹുവേ അങ്ങനെ ഞങ്ങൾക്ക് പരസ്പരം കാണാൻ നീ തൗഫീഖ് തരണേ അല്ലാ. അങ്ങനെ ഞങ്ങൾക്ക് കാണാൻ പരസ്പരം തൗഫീഖ് തരണേ അല്ലാ, തൗഫീഖ് തരണേ അല്ലാ. ആഗ്രഹമില്ലാത്ത ഒരാൾക്ക് സ്വർഗം കിട്ടൂല നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കാമയും പറ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ ആഗ്രഹം വേണം നമുക്ക്. ആദ്യം നമ്മൾ അങ്ങനെ സ്വർഗത്തങ്ങനെ നിൽക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഒരു വിളിയാളം സ്വർഗത്ത് മുഴങ്ങുകയാ. യുനാദി മുനാദിനിയാ അഹ്ലൽ ജന്ന, അഹ്ലൽ ജന്ന. സ്വർഗത്തുള്ളവരോട് വിളിച്ചു പറയുകയാണ്. സ്വർഗത്തുള്ളവരോട് വിളിച്ചു പറയുന്ന കാര്യം എന്തെന്നറിയോ? അസുഖങ്ങളില്ലാതെ എപ്പോഴും കഴിയുന്നതാ, അസ്വാജും ഒത്തിട്ടെപ്പോഴും ഉല്ലാസമാ. സഹോദരങ്ങളെ, രോഗങ്ങളുള്ള ദുനിയാവിൽ നിന്ന് നമ്മൾ പോവുകയാ. എവിടെയെന്നറിയോ? അല്ലാഹുവിന്റെ സ്വർഗത്ത് പോയാൽ ഒരു മലക്കുകൾ വിളിച്ചു പറയുന്ന കാര്യമുണ്ടോ? മലക്കുകൾ അവിടെ ചുറ്റും നിന്ന് വിളിച്ചു പറയുന്ന കാര്യമുണ്ട്. ഇന്നലക്കും തസിഹൂ ഫലാ തസ്ഖമൂ അബദാ. നിങ്ങൾ ഈ നിമിഷം മുതൽ ആരോഗ്യവാന്മാരാണ്. നിങ്ങൾക്ക് രോഗമില്ല, ക്യാൻസർ ഇല്ല, ബ്രെയിൻ ട്യൂമർ ഇല്ല, വയറുവേദനയില്ല, പനിയില്ല. ഒരു പനി വന്നാ മതി കണ്ണിൽ നിന്ന് വെള്ളം വരാൻ. കൊറോണ വൈറസ് ബാധിച്ചല്ലോ, ലോകം മുഴുവനും ബാധിച്ചുകൊണ്ടിരിക്കുകയാ. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിൽ കരിപ്പൂരില് എയർപോർട്ടിൽ 50 പേരാണ് ഉംറയ്ക്ക് പോകാൻ കയറിയത്. 50 പേരടങ്ങുന്ന പാവപ്പെട്ട ഉമ്മയും ബാപ്പയും ഉംറയ്ക്ക് പോകുവാൻ വേണ്ടിയിട്ട് കരിപ്പൂര് ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ആ വാർത്ത കേൾക്കുന്നത് സൗദി ഗവൺമെന്റ് നിരോധിച്ചിരിക്കുന്നു. ഇനി ഉംറയ്ക്കാരും അങ്ങോട്ട് വരണ്ട. ഇനി കേരളത്തിൽ നിന്ന് മാത്രമല്ല, ലോകത്തിന്റെ ഒരു രാജ്യങ്ങളിൽ നിന്നും കഅബാലയത്തിലേക്ക് ആളുകൾ വരണ്ട. നിയമം വന്നു കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ, എന്ത് ചെയ്യാനാണ്? എന്തൊരു അവസ്ഥയാണ്. 13-ാം തീയതി പാവപ്പെട്ടവനും പോകാൻ വേണ്ടി തീരുമാനിച്ചതാ. എത്രയോ ആലിമീങ്ങൾ കാത്തിരുന്നതാ. ആ കഅബയുടെ കില്ലയിൽ പോയി പിടിച്ചിട്ടല്ലാ, എന്റെ രാജ്യത്തിന് സമാധാനം നൽകണേ അല്ലാ. കഅബാലയത്തിന്റെ ഭിത്തിയോട് ചേർന്ന് നെഞ്ച് വെച്ചിട്ട് ഹജറുൽ അസ്വദിൽ ചുണ്ടമർത്തിയിട്ട് ദുആ ചെയ്താൽ അല്ലാഹു ദുആ സ്വീകരിക്കും, തട്ടിക്കളയില്ലെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമുണ്ട്. പ്രിയമുള്ളവരെ, കൊതിച്ചുപോയി പക്ഷേ കഴിയുന്നില്ല. കൊറോണ വൈറസ് എന്ന ബാധ പ്രപഞ്ചത്തെ പിടിച്ചിരിക്കുകയാ. അത് ഇന്ത്യയെ മാത്രമല്ല, ചൈനയെ മാത്രമല്ല, ജപ്പാനെ മാത്രമല്ല, അത് ലോകത്തിൽ ഏതൊക്കെ രാജ്യങ്ങളുണ്ടോ അമേരിക്കയിൽ പോലും അത് കടന്നു ചെന്നു, ഓസ്ട്രേലിയയിൽ കടന്നു ചെന്നു, ഏഷ്യൻ ഭൂഖണ്ഡം വിട്ട് അന്റാർട്ടിക്കയിൽ അത് പോയിരിക്കുകയാ. ലോകം മുഴുവനും അല്ലാഹു പടർത്ത് പന്തലിച്ചിപ്പിച്ചു. സഹോദരങ്ങളെ, ഇതാണ് പടച്ച തമ്പുരാൻ. ഒരു വൈറസിനെ ലോകം മൊത്തമാക്കിയിട്ട് പടച്ചവന്റെ പരീക്ഷണം വന്നത് കണ്ടോ? അഹങ്കരിച്ച ലോകമല്ലേ ചൈന. മുസ്ലിമീങ്ങളെ നശിപ്പിക്കണമെന്ന് വെല്ലുവിളിച്ചവരല്ലേ, പർദ്ദ കത്തിച്ചവരല്ലേ, ഖുർആൻ കത്തിച്ചവരല്ലേ, ഇസ്ലാമിനെ കൊന്നൊടുക്കാൻ വേണ്ടി ഒരുമ്പിട്ടിറങ്ങിയ ഏറ്റവും വലിയ ഭീകരവാദികളായിട്ട് കടന്നു വന്ന ചൈനയെ പടച്ചവൻ കൊടുത്തപ്പല്ലാത്ത ശിക്ഷ കണ്ടു. അതുകൊണ്ട് നമ്മൾ ആരും ഭയപ്പെടണ്ട. ഇസ്ലാമിനെതിരെ കളിച്ചോ, ഖുർആൻ കത്തിച്ചോ, ഡൽഹിയുടെ പള്ളി മിനാരത്തിന്റെ മുകളിൽ കയറിയിട്ട് മിനാരം ഒടിച്ചവനെ നീ ചരിത്രത്തിൽ സാക്ഷിയാവാൻ പോവുകയാ. നിന്റെ ദുരന്തകഥ വാർത്തയാകാനായിട്ട് അധിക നാളൊന്നുമില്ല. ഞങ്ങളത് കാണും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ആരും ഭയപ്പെടണ്ട. റബ്ബ് തന്ന ഈ സൗഭാഗ്യങ്ങളെ
തൂത്തെറിയാൻ വേണ്ടിയിട്ട് അല്ലാഹു ഇസ്ലാമിന്റെ ചൈതന്യത്തെ കാത്തു സൂക്ഷിക്കുമെന്ന് പറഞ്ഞ പടച്ചവനെ വെല്ലുവിളിക്കുന്ന ഈ നാട്ടിന്റെ രാജ്യത്തിന്റെ ഏറ്റവും പരമോന്നതന്മാരായിരിക്കുന്നവരെ, നിങ്ങൾ കേട്ടോ, ഇസ്ലാം നശിക്കുകയില്ല. കാരണം അത് തുടങ്ങിയത് എവിടെയെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ തുടങ്ങിയിരിക്കുന്നതാ. അതിന്റെ മധ്യഭാഗത്തതാരെന്നറിയോ? അത് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. അതിന്റെ അവസാനം കടന്നു വന്നത് ആരെന്നറിയോ? അത് ഈസാ മസീഹുല്ലാഹ്. അതുകൊണ്ട് ഭയപ്പെടണ്ട, നമുക്ക് സ്വർഗമുണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വർഗമുണ്ട് പ്രിയപ്പെട്ടവരെ. ഡൽഹിയിൽ മരിച്ചു വീണ പാവപ്പെട്ട മനുഷ്യന്റെ ചുറ്റുമിരുന്നിട്ട് കരയുന്ന ബന്ധുക്കളുടെ ഫോട്ടോ നമ്മൾ കണ്ടവരല്ലേ? തലയുടെ ഭാഗത്തിരുന്നിട്ട് പൊന്നുമോൻ കരയാ, വാപ്പാ എന്റെ വാപ്പാ, മോനെ കരയണ്ട, പൊന്നുമോനെ കരയണ്ട, നീ കരയണ്ട, നിന്റെ കണ്ണുനീര് പടച്ചവൻ തുടയ്ക്കും പൊന്നുമോനെ. ആ കണ്ണുനീരെങ്ങാനം ഭൂമിയിലൊന്ന് വീണാൽ കത്തിച്ചാമ്പലാകും പൊന്നുമോനെ. നിന്റെ വാപ്പാക്ക് അല്ലാഹു കൊടുക്കുന്ന സ്വർഗത്തിന്റെ മഹത്വമാണ് പൊന്നുമോനെ. ഏറ്റവും വലിയ ഉന്നതമായ സ്വർഗത്തിന്റെ അഭിമാനമായിട്ട് നിന്റെ വാപ്പ മാറിയടാ. പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അഹങ്കാരികളാകല്ലേ. അല്ലാഹു നമുക്ക് കരുതി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമ്മൾ മറന്നുപോകല്ലേ. നമ്മൾ മറന്നു പോകുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. ആ മറന്നു പോകുന്ന നമ്മളോടുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് ഇങ്ങനെയുള്ള വാളുകൾ. നൂറേ മുജ്തബയുടെ പ്രിയപ്പെട്ടവരെ സംഘടിപ്പിച്ചത് അതിനു വേണ്ടിയാ. അതുകൊണ്ട് മറക്കണ്ട. ബഹുമാനപ്പെട്ടവര് പറയുകയാ, മരണം നിനക്കില്ലാതതിൽ കഴിയുന്നതാ, മനസ്സെപ്പോഴും സന്തോഷമിൽ തിങ്ങുന്നതാ. ഇന്നലക്കും തഹ്യൂ ഫലാ തമൂതു അബദാ.